ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു. ഇവരുമായി രേഷ്മ ബാബു ചേരുക. രേഷ്മ, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അഴിമതിയിലാണ് വിജിലൻസിന്റെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞത്. രേഷ്മ, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ നിലപാട്? സുരേഷ്, ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണങ്ങൾക്കായിട്ട് ഭൂമി വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നുള്ള ആരോപണത്തിൽ KCAക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം നേരത്തെ തുടർന്നിരുന്നു. അതിനിടയിൽ KCA ഭാരവാഹികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ വന്നുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിക്കൊണ്ട് ഈ അന്വേഷണം റദ്ദാക്കിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിജിലൻസിന്റെ അന്വേഷണം KCA ഭാരവാഹികൾക്കെതിരെ തുടരാമെന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ള കണ്ടെത്തലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അസാധുവാക്കിയിരിക്കുകയാണ്. KCA ഭാരവാഹിയായിരുന്ന TC മാത്യു ഉൾപ്പെടെ ഏകദേശം 18ഓളം പേരാണ് കേസിലെ പ്രതികൾ. ഈ സ്റ്റേഡിയം ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നുള്ളതായിരുന്നു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിജിലൻസ് യൂണിറ്റ് ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. എന്തായാലും KCA ഭാരവാഹികൾ എന്ന് പറയുന്നത് പൊതുസേവകർ എന്നുള്ള നിർവചനത്തിൽ പെടുമെന്നും അഴിമതി നിരോധന നിയമപ്രകാരം അവർക്കെതിരെ അന്വേഷണം തുടരാമെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സുരേഷ്, രേഷ്മയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.